ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കേരളത്തിലെ ഊർജ്ജ നഗരവികസന രംഗത്തുള്ള സുപ്രധാന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. വികസനത്തിനും സദ്ഭരണത്തിനും ജാതി മത ഭാഷാ വ്യത്യാസമില്ലെന്ന് പ്രധാനമന്ത്രി. കേരളത്തിന്റെ ഊർജ്ജ മേഖലയിൽ വൻ കുതിച്ചുചാട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 13 ലക്ഷം കുടിവെള്ള കണക്ഷൻ നൽകാനായെന്നും മുഖ്യമന്ത്രി. കേരളത്തിൽ ഇന്ന് കോവിഡ്-19 സ്ഥിരീകരിച്ചത് 4505 പേർക്ക്. 4854 പേർ രോഗമുക്തി നേടി. ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ സ്ഥാപിതമായ അടൽ പര്യവരൺ ഭവന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നിർവഹിച്ചു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ റഷ്യൻ താരം മെദ്വദേവ് ജോക്കോവിച്ചിനെ നേരിടും. ISL ഫുട്ബോളിൽ ATK മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിലെ ഊർജ്ജ നഗരവികസന മേഖലകളിലെ സുപ്രധാന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. കേരളത്തിന്റെ വികസന യാത്രയിലെ സുപ്രധാന ചുവടുവയ്പ്പുകളാണ് ഈ പദ്ധതികളെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ പദ്ധതികൾ കേരളം എന്ന മനോഹര സംസ്ഥാനത്തെ കൂടുതൽ ശാക്തീകരിക്കുമെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കായി വലിയ സംഭാവനകൾ നൽകുന്നവരാണ് മലയാളികളെന്നും അദ്ദേഹം പറഞ്ഞു. ജാതിക്കും മതത്തിനും ഉപരിയായി എല്ലാവർക്കും വികസനം സാധ്യമാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും ശ്രീ മോദി പറഞ്ഞു. Starting today are spread across the state. They cover a wide range of sectors. They will power and empower this beautiful state whose people are making rich contributions to India's progress. The great Malayalam poet Kumaran Ashan had said, I am not asking your caste sister. I ask for water. I am thirsty. Development and good governance does not know caste, creed, race, gender, religion or language. Development is for everyone. പുഗലൂർ തൃശൂർ വൈദ്യുതി പ്രസരണ പദ്ധതി തൃശൂർ ജില്ലയെ കേരളത്തിന്റെ ഊർജ്ജ കേന്ദ്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ പദ്ധതിക്ക് സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദേശീയ സൌരോർജ്ജ ദൌത്യത്തിന് കീഴിൽ നിർമ്മിച്ച 50 മെഗാവാട്ട് ശേഷിയുള്ള കാസർഗോഡ് സൌരോർജ്ജ പദ്ധതിയും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. തിരുവനന്തപുരത്തെ സംയോജിത നിർദ്ദേശ നിയന്ത്രണ കേന്ദ്രത്തിനും പ്രധാനമന്ത്രി ഇന്ന് തറക്കല്ലിട്ടു. തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് പദ്ധതിയും അരുവിക്കരയിലെ ജലശുദ്ധീകരണ പ്ലാന്റും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്തു. മഹാകവി കുമാരനാശാന്റെ വരികളും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഉദ്ധരിച്ചു. കേരളത്തിന്റെ ഊർജ്ജ മേഖലയിൽ കഴിഞ്ഞ 4 വർഷങ്ങളായി വൻ കുതിച്ചുചാട്ടമുണ്ടായതായി ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു ദിവസമാണിത്. സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ വിവിധ പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയും തലസ്ഥാന നഗരിയിൽ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായ 2 പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയുമാണ്. വൈദ്യുതി, കുടിവെള്ളം, ഗതാഗതം, സർക്കാർ സേവനങ്ങൾ, അധികാര വികേന്ദ്രീകരണം, ഇങ്ങനെ നിരവധി മേഖലകളിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. തിരുവനന്തപുരത്ത് അരുവിക്കര ജലശുദ്ധീകരണശാല പ്രവർത്തന സജ്ജമാകുന്നതോടെ 10 ലക്ഷം പേർക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രതിദിന ജലത്തിന്റെ അളവ് 100 ലിറ്ററിൽ നിന്നും 150 ലിറ്ററായി ഉയരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 13 ലക്ഷം കുടിവെള്ള കണക്ഷൻ ഈ സർക്കാർ നൽകിയിട്ടുണ്ട്. 21,42,000 ഗ്രാമീണ കുടുംബങ്ങളിൽ പൈപ്പിലൂടെ കുടിവെള്ളം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. കോർപ്പറേഷനും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും ചേർന്ന് 1135 കോടിയുടെ പ്രവർത്തനങ്ങളാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടത്തുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം ആത്മനിർഭർ ഭാരതിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗവേഷണത്തിനും നൂതന കണ്ടുപിടുത്തങ്ങൾക്കും വിദ്യാഭ്യാസ നയം ഊർജ്ജം നൽകുമെന്നും വിശ്വഭാരതി സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ വെർച്വലായി അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. വിശ്വഭാരതി കേവലം ഒരു സർവകലാശാല മാത്രമല്ല, മഹത്തായ പാരമ്പര്യത്തിന്റെ ഭാഗം കൂടിയാണ്. നാനാത്വത്തിൽ ഏകത്വം നിലനിർത്താൻ നിരന്തരമായി പ്രയത്നിക്കണമെന്നും പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. നീതി ആയോഗിന്റെ 6ാമത്തെ ഭരണസമിതി യോഗം നാളെ ചേരും. രാവിലെ 10:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് വഴി അധ്യക്ഷത വഹിക്കും. ഗൽവാൻ താഴ്വരയിൽ ഇന്ത്യൻ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 5 ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടതായി ചൈന ആദ്യമായി അംഗീകരിച്ചു. 20 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ട സംഘർഷത്തിൽ ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടതായ വിവരം ഇതുവരെയും ചൈന പുറത്തുവിട്ടിരുന്നില്ല. കാറക്കോറം മേഖലയിലുണ്ടായിരുന്ന ഈ 5 സൈനികരുടെയും പേര് വിവരങ്ങൾ ഉൾപ്പെടെയാണ് ചൈനീസ് മിലിറ്ററി കമ്മീഷൻ വെളിപ്പെടുത്തിയത്. കർഷകരുടെ ക്ഷേമത്തിനായി ആവശ്യമായ എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരികയാണെന്നും
കർഷകരുടെ നേട്ടമാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കർഷക സമരത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ സൽപ്പേരിനെ നശിപ്പിക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുകയാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കോവിഡിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്ത് ഒരു മാസത്തിനിടെ വിതരണം ചെയ്തത് 1 കോടിയിലധികം ഡോസ് പ്രതിരോധ വാക്സിൻ. ഒരു ദിവസത്തിനുള്ളിൽ 6,58,000-ത്തിലധികം ഡോസുകൾ കൂടി വിതരണം ചെയ്തതോടെയാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. അതോടൊപ്പം രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്കും ഉയരുകയാണ്. നിലവിൽ 97.30% രോഗമുക്തി നിരക്ക്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. കേരളത്തിൽ ഇന്ന് 4505 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ 500ഓളം പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 67,574 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 6.67%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 15 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 4061ആയി. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4854 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 59,814 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. രാജ്യത്തെ യുവതലമുറ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും മനസ്സിലാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അദ്ദേഹം ഇന്നും ഏവർക്കും പ്രചോദനമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊൽക്കത്ത ദേശീയ ലൈബ്രറിയും സാംസ്കാരിക മന്ത്രാലയവും സംഘടിപ്പിച്ച പരിപാടി ശൌരാഞ്ജലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര പോരാളികളെ സംബന്ധിച്ച പ്രദർശനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. തന്റെ ഭാവി നോക്കാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി അക്ഷീണം പ്രയത്നിച്ച് രാജ്യത്തിനായി ജീവൻ ത്യജിച്ച വ്യക്തിയാണ് നേതാജിയെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. യുവതലമുറ തങ്ങളുടെ ജീവിതം രാജ്യത്തിനായി സമർപ്പിക്കണമെന്നും ശ്രീ അമിത്ഷാ ആഹ്വാനം ചെയ്തു. രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെയും പാചക ഉപകരണങ്ങളുടെയും ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമായി കേന്ദ്ര സർക്കാർ ഗോ ഇലക്ട്രിക് എന്ന പേരിൽ പ്രചാരണ പരിപാടി ആരംഭിച്ചു. ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൌഹൃദവും തദ്ദേശീയവുമായ വൈദ്യുതി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ സ്ഥാപിതമായ അടൽ പര്യവരൺ ഭവന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നിർവഹിച്ചു. ലക്ഷദ്വീപിന്റെ പാരിസ്ഥിതിക സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ സമഗ്ര വികസനം സാധ്യമാക്കുമെന്ന് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി അദ്ദേഹം ഇന്ന് രാവിലെയാണ് ലക്ഷദ്വീപിലെ കവരത്തിയിലെത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ അവസാനിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 435 പോയിന്റ് നഷ്ടത്തിൽ 50,890-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 137 പോയിന്റ് താഴ്ന്ന് 14,982-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവിലയിലും ഇടിവ്. ഗ്രാമിന് 40 രൂപ താഴ്ന്ന് 4,300 രൂപയും പവന് 320 രൂപ കുറഞ്ഞ് 34,400 രൂപയുമാണ് ഇന്നത്തെ വില. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ രാജീവ് റാം, ജോ സാലിസ്ബറി സഖ്യം ഫൈനലിൽ പ്രവേശിച്ചു. ജെയ്മി മുറെ, ബ്രൂണോ സോറസ് സഖ്യത്തെ 7-6, 6-4 തോൽപ്പിച്ചായിരുന്നു വിജയം. പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ സിസിപാസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി റഷ്യൻ താരം മെദ്വദേവ് ഫൈനലിൽ പ്രവേശിച്ചു. ജോക്കോവിച്ചിനെയാണ് ഫൈനലിൽ മെദ്വദേവ് നേരിടുക. വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ ജപ്പാന്റെ നവോമി ഒസാക്ക അമേരിക്കൻ താരം ജെന്നിഫർ ബ്രാഡിയെ നേരിടും. ISL ഫുട്ബോളിൽ ATK മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാളിനെ നേരിടുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് 7ാം പതിപ്പിന്റെ ഫൈനൽ മാർച്ച് 13-ന് ഗോവയിലെ ഫറ്റോർഡ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. ബാംബോലിമിലെ GMC സ്റ്റേഡിയത്തിലും ഫറ്റോർഡ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലുമാണ് സെമി ഫൈനൽ മത്സരങ്ങൾ. ആദ്യപാദ സെമി ഫൈനൽ മാർച്ച് 5-6 തീയതികളിൽ നടക്കും. രണ്ടാം പാദ മത്സരങ്ങൾ 8-9 തീയതികളിലും നടക്കും. സൈബർ കുറ്റകൃത്യങ്ങളുടെയും ക്രിമിനൽ കേസുകളുടെയും അന്വേഷണത്തിനായി സിറ്റി പോലീസ് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും ഉപയോഗിക്കുന്നുണ്ടെന്ന് ദില്ലി പോലീസ് കമ്മീഷണർ SN ശ്രീവാസ്തവ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ ഊർജ്ജ നഗരവികസന രംഗത്തുള്ള സുപ്രധാന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. വികസനത്തിനും സദ്ഭരണത്തിനും ജാതി മത ഭാഷാ വ്യത്യാസമില്ലെന്ന് പ്രധാനമന്ത്രി. കേരളത്തിന്റെ ഊർജ്ജ മേഖലയിൽ വൻ കുതിച്ചുചാട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 13 ലക്ഷം കുടിവെള്ള കണക്ഷൻ നൽകാനായെന്നും മുഖ്യമന്ത്രി. കേരളത്തിൽ ഇന്ന് കോവിഡ്-19 സ്ഥിരീകരിച്ചത് 4505 പേർക്ക്. 4854 പേർ രോഗമുക്തി നേടി. ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ സ്ഥാപിതമായ
അടൽ പര്യവരൺ ഭവൻ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നിർവഹിച്ചു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ റഷ്യൻ താരം മെദ്വദേവ് ജോക്കോവിച്ചിനെ നേരിടും. ISL ഫുട്ബോളിൽ ATK മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 9 മണിക്ക്.